ഹർഷ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സിറ്റിംഗ് എം പിമാർ മത്സരിക്കണോ എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ എം പിമാർ മത്സരിക്കേണ്ട ചിലർക്ക് മാത്രം, അതായത് ഷാഫി പറമ്പിലിനെ പോലെ, അടൂർ പ്രകാശിനെ പോലെ, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ചിലർക്ക് മാത്രം പ്രത്യേക ഇളവുകൾ ഹൈക്കമാൻഡ് നൽകിയേക്കും എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ AICC മറ്റൊരു മാനദണ്ഡം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏത് സിറ്റിംഗ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നാണോ നിങ്ങൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നത്, ആ നിയമസഭാ മണ്ഡലം അല്ലെങ്കിൽ ആ ലോക്സഭാ മണ്ഡലം വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിച്ചു കൊടുക്കാമെന്നുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഡിമാൻഡ് AICC മുന്നോട്ട് വെച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു, ഈ ലോക്സഭയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച എം പിമാർ നിയമസഭയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായിരുന്നു. അതായത് എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട്, അതും 5 or 6 എം പിമാർ മത്സരിക്കുമെന്നും അതിൽ ചുരുക്കം ആളുകളുടെ പേര് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിനകത്ത് ഈ പറയുന്ന അടൂർ പ്രകാശിന്റെയും ഷാഫി പറമ്പിലിന്റെയും പേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെ എം പിമാർ, അതായത് ലോക്സഭയിൽ നിലവിൽ എം പിമാരായിരിക്കുന്നവർ വന്നുകൊണ്ട് നിയമസഭയിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു വിജയം നേടണം എന്നുള്ള ആവശ്യമൊന്നും ഇന്നിപ്പോൾ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം, മറ്റു പല മുന്നണികളും കുറവായി കാണുന്ന കോൺഗ്രസിന്റെ ഒരു കുഴപ്പം, അല്ലെങ്കിൽ കോൺഗ്രസിന് കുറവായി കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, അവിടെ നിയന്ത്രണത്തിന് ഒരുപാട് നേതാക്കന്മാരുണ്ട്, മുഖ്യമന്ത്രി ആകാനായിട്ട് കുറെ നേതാക്കന്മാരുണ്ട്. അത്തരത്തിൽ നേതാക്കന്മാരുടെ ഒരു കൂട്ടം തന്നെ കോൺഗ്രസിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എം പി ആയിരിക്കുന്നവർ വന്ന് മത്സരിച്ചില്ലെങ്കിലും ഇവർ പ്രതീക്ഷിക്കുന്ന വിജയം ഇവർക്ക് നേടാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് നിലവിൽ കോൺഗ്രസിന് വന്നിട്ടുണ്ട്. അവിടെ മറ്റൊരു ചോദ്യം അവശേഷിക്കുകയല്ല. അതായത് ഈ ജനങ്ങൾ അവരുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കും, അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞ് ഡൽഹിയിൽ ഒരു സ്വരമായി മാറുമെന്ന് പറഞ്ഞ് ലോക്സഭയിലേക്ക് വിജയിപ്പിച്ചു വിട്ട ഇത്തരത്തിലുള്ള എം പിമാർ സംസ്ഥാനത്തെ രാഷ്ട്രീയം വലത്തേക്ക് മാറുന്നു, ആ കാറ്റ് UDF അനുകൂലമാണെന്ന് കണ്ടതുകൊണ്ട് തിരിച്ചു വന്ന് മത്സരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയിലേക്കല്ലേ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നത്? ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. ഇതിനു മുൻപാണെങ്കിലും നമ്മൾ അതെ, തീർച്ചയായിട്ടും. ഇപ്പോ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നു. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിയമസഭയിൽ വിജയിച്ചവർ ഇപ്പോൾ അത് അസ്വാഭാവികമാണ്. നോക്കൂ, ഇന്നിപ്പോൾ കോൺഗ്രസിൽ നിന്ന് വരുമ്പോൾ അത് അസ്വാഭാവികമായി വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ്. ഇപ്പോൾ കോൺഗ്രസിലാകുമ്പോൾ എല്ലാം അസ്വാഭാവികവും, ബാക്കി LDF-ലും BJP-ലും ആണെങ്കിൽ അതെല്ലാം സ്വാഭാവികമാവുന്നത്, പ്രത്യേകിച്ച് LDF-ലാണെങ്കിൽ അത് സ്വാഭാവികമാകുന്നത് മാത്രമാണ് ഇത്തരത്തിലൊരു പ്രവണത വെച്ച് പുലർത്തുന്നത്. ലോക്സഭയിലേക്ക് മത്സരിച്ച നമ്മളുടെ അല്ലെങ്കിൽ CPM-ന്റെ എംപിമാർ എത്രത്തോളം പേർ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുന്നു? ഈ പറയുന്ന കോൺഗ്രസിന് കേരളത്തിൽ അധികാരത്തിൽ വരണം എന്നുള്ളത് അവരുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പൊതുജനങ്ങളുടെ ആവശ്യത്തോടൊപ്പം തന്നെ അവരുടെയും ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ 2 തവണ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും 2 തവണ ഈ പറയുന്നത് പോലെ ഭരണപക്ഷത്ത് LDF ഇരിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും അതുപോലെ തന്നെ ചില CPM നേതാക്കന്മാർ പോലും ഒരു മാറ്റം ആഗ്രഹിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നമുക്ക് മനസ്സിലായതാണ്. അത് തന്നെയാണ് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൊതുജനങ്ങളും ഇത്തരത്തിലുള്ള കോൺഗ്രസും ലക്ഷ്യം വെക്കുന്നതും ഇതേ വിജയം തന്നെയാണ്. നോക്കൂ, അതായത് ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവർ സംസ്ഥാനത്തെ നിയമസഭയിലേക്ക് വരണമെന്ന് പറയുമ്പോഴും ഇപ്പോൾ മത്സരിക്കാൻ പോകുന്ന വ്യക്തികളെ നോക്കൂ. അടൂർ പ്രകാശ് ഇതിനു മുന്നേ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു, ഷാഫി പറമ്പിൽ MLA ആയിരുന്നു, അദ്ദേഹത്തിന് ഒരു ക്ലെയിം വയ്ക്കാൻ സാധിക്കും. അതേപോലെ കൊടിക്കുന്നിൽ സുരേഷ്, ഇവരെല്ലാം വർഷങ്ങളായിട്ട് അധികാരത്തിന്റെ ദണ്ഡഗോപുരങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളാണ്. ഇവരെന്തിനാണ് തിരിച്ച് നിയമസഭയിലേക്ക് വരുന്നത്? അതെ, ഇവിടെയാണ് ചോദ്യം. അധികാരമോഹം ഇല്ല എന്നൊരു ചോദ്യമാണ് കോൺഗ്രസിന്റെ. അതായത് ഇപ്പോ അടൂർ പ്രകാശിന്റെ കാര്യം പറഞ്ഞു, കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായി മാറിയിരുന്ന കോന്നി അടൂർ പ്രകാശ് മാറിയതോടുകൂടി അവരുടെ കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അപ്പോ ഈ പറയുന്നത് പോലെ ഷാഫി പറമ്പിലിന്റെ കാര്യം പറഞ്ഞു. ഷാഫി പറമ്പിൽ നിയമസഭയിൽ നിന്ന് മത്സരിച്ച് പാലക്കാട് MLA ആയി വന്നിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുകയും വിജയിച്ചു കയറുകയും ഷാഫി പറമ്പിലിന് പകരം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നത് സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ഷാഫിക്ക് ഇളവ് കൊടുക്കാനുള്ള കാരണവും ഇത് തന്നെ ആയിരിക്കണം. കാരണം ഷാഫി അവിടെ മത്സരിച്ച് വിജയിച്ചത് വെറും 3800 വോട്ടിനാണ്, ഭൂരിപക്ഷത്തോടു കൂടിയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അതേ സാഹചര്യത്തിൽ അവിടെ രാഹുൽ മത്സരിച്ചപ്പോൾ 18000 വോട്ടിന് വിജയത്തോടു കൂടി, ഭൂരിപക്ഷ വോട്ട് വിജയത്തോടു കൂടി. അതെ, പക്ഷേ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല. ഇന്നും കോൺഗ്രസിനെയും പ്രത്യേകിച്ച് രാഹുലിനെയും താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹം വരണമെന്ന ആഗ്രഹത്തോടുകൂടി ഇരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ പാലക്കാട് ഉണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇത്ര മുന്നേറ്റം നടത്തിയപ്പോഴും പാലക്കാട് നഗരസഭയിൽ
കോൺഗ്രസിന് മുന്നേറ്റം നടത്താനായില്ല. അവിടെ ഇപ്പോഴും ഭരിക്കുന്നത് BJP ആണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ അതിന് മാറ്റം വരുമെന്നുള്ളത് മാറ്റം വരും. ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വന്നതുകൊണ്ട് പൂർണ്ണമായും പാലക്കാട് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോകുമെന്നോ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ കോൺഗ്രസിലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ള സീറ്റുകളെല്ലാം തന്നെയും അങ്ങ് മറിഞ്ഞ് ബാക്കിയുള്ള BJP പൂർണ്ണമായും മറ്റൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നത്, ഇത്തരത്തിലൊരു പ്രവണത ഈ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന MP-മാരെല്ലാം തന്നെ നോക്കൂ, ഇവിടെ മത്സരിച്ച് തോക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇവിടെ UDF-ന് മന്ത്രിസഭ കിട്ടാത്തൊരു സാഹചര്യം എന്നാൽ അവർക്ക് സെക്യൂറായിട്ട് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു ഇടമുണ്ടെന്നേ. അത് MP സ്ഥാനമാണ്, അത് ലോക്സഭയാണ്. ഇതെന്താ രാഷ്ട്രീയ കുതിര കച്ചവടത്തിന്റെ കേന്ദ്രമായി കേരളം മാറുന്ന ഒരു സാഹചര്യത്തിന് ഇവിടുത്തെ ജനങ്ങൾ വഴിവെച്ചു കൊടുക്കുന്നോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിന് മറുപടി ഇപ്പോഴല്ല നമുക്ക് മനസ്സിലാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വിജയ സാധ്യത എത്ര, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന വിജയം എങ്ങനെയാണ് എന്നുള്ളത് വിലയിരുത്തിയാൽ മാത്രമാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി ആ സമയത്ത് വരുള്ളൂ. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ, ഈ പറയുന്ന MP-മാർ മത്സരിക്കേണ്ട എന്ന് പറയുമ്പോഴും ചിലരെങ്കിലും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇളവ് നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം കേരളത്തിൽ അവർ മത്സരിച്ചാൽ വിജയം ഉറപ്പാക്കാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് തന്നെയാണ് കോൺഗ്രസിന്റെ. ഈ പറയുന്ന അടൂർ പ്രകാശ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് ആയിക്കോട്ടെ, ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ വിജയം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അതേസമയം അവർ മത്സരിച്ച് വിജയിച്ച ലോക്സഭയിലേക്ക് ഇപ്പോൾ അവർ MP ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് വീണ്ടും കോൺഗ്രസിന്റെ തന്നെ നേതാക്കൾ MP ആയി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് ലെവൽ തന്നെയാണ് നിയമസഭയിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നേരെ അങ്ങ് മത്സരിക്കണമെന്നല്ല, MP-മാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിനും AICCയുടെ പ്രത്യേക അനുമതി വേണമെന്നുള്ള വാർത്തകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു വരും. അതായത് MP-മാർ മത്സരിക്കുമെന്നും മത്സരിക്കില്ലെന്നും, എന്തിനിപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് VD സതീശനെതിരെ ഇത്തരത്തിലുള്ള കേസ് വന്നു, അല്ലെങ്കിൽ CBI അന്വേഷണം പോകുന്നു എന്ന് പറയുമ്പോൾ ഇനി അദ്ദേഹത്തിന് മത്സരിക്കുന്നത് അനിശ്ചിതത്വം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നൽകും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന MP-മാരുടെ കാര്യമൊക്കെ ഇനി വരുന്ന സമയങ്ങളിൽ മാത്രം നമുക്ക് പൂർണ്ണമായും നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. നമ്മൾ തന്നെ ചർച്ച ചെയ്തു പോവാ എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിന്റെ യഥാർത്ഥ വശം എന്താണ് എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ലോക്സഭയിൽ മത്സരിച്ച് ജയിച്ച MP-മാർ ആരും തന്നെ നിയമസഭയിൽ മത്സരിക്കുന്ന തീരുമാനം കോൺഗ്രസ് കൈക്കൊള്ളണം എന്നുള്ളതാണ്. അതായത് ധീരമായ നിലപാടുകൾ എടുക്കുന്ന, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അറിയാവുന്ന, കൃത്യമായ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുന്ന VD സതീശനെ പോലുള്ളവർ അതിനെ സമ്മതിക്കരുത്. നോക്കൂ, ഈ പാലക്കാട് രാഹുലിനെ നിർത്തി ജയിപ്പിച്ചതുപോലെ കോന്നിയിൽ നഷ്ടപ്പെട്ടെങ്കിൽ അവിടെ അടൂർ പ്രകാശ് അവിടെ ഇറങ്ങി ആ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൃത്യമായി അവിടെ പുതിയ ആൾക്കാരെ പ്ലാൻ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ അധികാരമോഹത്തിന്റെ ഭാഗമായി നോക്കൂ, ഈ വരുന്ന 6 MP-മാർ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്കെല്ലാം തന്നെ UDF-ന്റെ മന്ത്രിസഭയിൽ കൃത്യമായ അക്കോമഡേഷൻ കിട്ടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അധികാരമോഹത്തിന് പുറകെ പായാതെ കൃത്യമായി അവർ എന്നാൽ വേറെ സാഹചര്യം, ഇപ്പോൾ നാഷണൽ തലത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ ഏതെങ്കിലും ഒരു ഭരണ അട്ടിമറി ഉണ്ടായാൽ ഇവിടുന്ന് പോകുന്ന MP-മാർ മാറിയിട്ട് അവിടെ മത്സരിക്കാൻ സാധിക്കില്ല എന്നൊരു, അല്ലെങ്കിൽ ജയിക്കാൻ സാധിക്കില്ല എന്നൊരു ഘട്ടം വന്നാൽ CPM ഇന്ത്യ മുന്നണി വിടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ആ ഒരു സാഹചര്യം വന്നാൽ അവിടെ ഇപ്പോൾ 6ഓളം വരുന്ന MP-മാരെന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ നിയമസഭയിലേക്ക് വന്ന് മത്സരിക്കുന്ന ഘട്ടത്തിൽ അവിടുന്ന് ഇവർക്ക് ഇത്തരത്തിലൊരു ഉറപ്പ് കൊടുത്തിട്ടും ആ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് മറ്റ് സ്ഥാനാർത്ഥികളെ എടുക്കാതായാൽ ഇന്ത്യയോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങൾ കോൺഗ്രസിന് അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിന് മേൽ ഏൽക്കുന്ന വലിയൊരു പ്രഹരമാകും നടക്കാൻ പോകുന്നത്.